ഞാൻ ഖുറാനിലേക്ക് ഒരു ആകാശങ്ങളുടെയും ഭൂമിയുടെയും പ്രകാശമാണ് അള്ളാഹു എന്ന് പറഞ്ഞു. നോക്ക് ആകാശവും ഭൂമിയും മോന്, എന്നിട്ട് ഏതാ പ്രകാശം എന്നൊക്കെ നോക്ക്. ആകാശം കാണാണ്ട് ഭൂമി കാണാണ്ട് അതിലെ പ്രകാശം ഏതാ? അതില് വെള്ള അതിൽ പ്രകാശം നമുക്ക് ശരിക്കും കാണാൻ പറ്റുന്നില്ലല്ലോ. അല്ല, വളരെ സിമ്പിൾ ആയിട്ട് നമ്മളോട് പറഞ്ഞത് ആകാശം ഭൂമിയുടെ പ്രകാശമാണ്. അത് 100 സമാവാക്യം വല്ലാറുണ്ട്. ശരിയാണ്. പിന്നെ അപ്പൊ ചിന്തിച്ചാൽ കിട്ടില്ല. ആകാശം കാണുന്ന ഭൂമിയും കാണുന്നു. അതിലുള്ള പ്രകാശം അതിലെ പ്രകാശത്തെ നോക്ക് മോനെ, കാണാം. അപ്പൊ കാണിച്ചു തരാം. ഇനി പ്രകാശം കണ്ടാൽ മതി. നോക്ക്, കാണിച്ചു തരാം. സൂക്ഷിച്ച് നോക്ക്, ആലോചിച്ചിട്ട് നോക്ക്. ഇപ്പതാ മണി എത്ര? 12 മണിയായി. ഈ സമയം ആ പ്രകാശത്തെ കാണുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ കണ്ണുകൂട്ടനാണ്, അന്ധകാരത്തിലാണ്. നിങ്ങൾക്ക് കാഴ്ച നൽകല എൻ്റെ പണി. നട്ടുച്ച നേരത്തും നിങ്ങൾ അന്ധകാരത്തിലാണ്. ആ ലിഖ നിങ്ങൾക്ക് കാണിച്ചു തരലാണ് എൻ്റെ പണി. ഇതാണ് എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. ഷേഖന്മാരും വലികളും ഷേഖന്മാരും പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ്. നട്ടുച്ച നേരത്ത് ആ ലിഖ കാട്ടിക്കൊണ്ടല്ല. അതാണ് നിങ്ങൾ ഇവിടെ വന്നപ്പെട്ടിരിക്കുന്നത്. നിങ്ങൾക്ക് ആ ലിഖ ഇപ്പം കാണിക്കാം. ഒന്ന് നോക്ക്, ആകാശഭൂമികളുടെ പ്രകാശമായ അള്ളാഹുവിനെ ഒന്ന് നോക്ക്. എന്നിട്ട് നോക്ക്. അവിടെ മുറ്റത്ത് മണം ഇറങ്ങിപ്പോയി നിന്നോ? ഇല്ല, മുറ്റത്ത് പോയി നിൽക്കും. മൂസാ നബിക്ക് കാണിച്ചു കൊടുത്താ. കാണിച്ചു മോനെ, ഒന്ന് കാണിച്ചു കൊടു. കൂട്ടിക്കൊണ്ടോളൂ. ഒന്ന് പോയി നോക്ക്. അത് കാണിച്ചു കൊടു. നോക്കിയട്ടെ ആകാശഭൂമികളുടെ പ്രകാശത്തെ ഏതാണ്? അല്ല, നോക്കട്ടെ മൂപ്പര്, ഏതാ ആകാശഭൂമികളുടെ പ്രകാശം? ഏതാ മോനെ ആകാശങ്ങളും ഭൂമി കണ്ടില്ലേ? എന്നിട്ട് നിങ്ങൾ ആ പ്രകാശത്തെ കാണുന്നില്ലേ? മോനെ ഒന്ന് നോക്ക് മേലോട്ട്. എവിടുന്ന പ്രകാശം വരുന്നത്? പ്രകാശം ഏതാ? ഷോ, എല്ലായിടത്തും എവിടുന്നാണ് എല്ലായിടത്തും വരുന്നത്? മേലെന്നാണ്. അതേതാ അതിന്റെ ഉറവിടം? നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ മനസ്സിലാവുള്ളൂ. എവിടുന്നാണ് പ്രകാശം വരുന്നത്? പ്രകാശം മേലെന്നാണ്. അത് സൂര്യനിൽ നിന്നാണ്. സൂര്യന്റെ സൂര്യൻ ഇല്ലെങ്കിൽ ഇവിടെ ഇരുട്ടായില്ലേ? നീ ഇങ്ങോട്ട് പോയി. പിന്നെ ഏതാണ് ആകാശം പ്രകാശം?